മുഖ്യമന്ത്രി അനുശോചന അറിയിക്കുന്നു. മുഖ്യമന്ത്രി പ്രതികരണം. കേരളത്തെയും മലയാളത്തെയും ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ച മഹാപ്രതിഭയുടെ വിടവാങ്ങലാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് കേരളത്തിന് സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടമാണ്. നമ്മുടെ സംസ്കാരത്തെ വലിയ തോതിൽ ഉയർത്തിക്കാട്ടാൻ MT ചെയ്ത സേവനം മറക്കാവുന്നതല്ല. വിവിധ മേഖലകളിലാണ് അദ്ദേഹത്തിൻ്റെ സർഗവാസന കഴിവ് തെളിയിച്ചിരുന്നത്. ഈ വിട പറഞ്ഞ ഘട്ടത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. MT വാസുദേവൻ നായരുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ കോഴിക്കോട് PWD ഗസ്റ്റ് ഹൗസിൽ എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അധികം വൈകാതെ തന്നെ അദ്ദേഹം MT വാസുദേവൻ നായർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് പോയേക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാഹുൽ സുരേഷ് ഇപ്പോൾ MT വാസുദേവൻ നായരുടെ കോഴിക്കോട് കൊട്ടാരം റോഡിലുള്ള വസതിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, മുഖ്യമന്ത്രി ഒരുപക്ഷെ ഇന്ന് തന്നെ എത്തിയേക്കും എന്ന സൂചനകളുണ്ട്. നമുക്ക് എന്തെല്ലാം വിവരങ്ങളാണ് ഇപ്പോഴുള്ളത്? ഗോപി, മുഖ്യമന്ത്രി നാളെ രാവിലെ 7 മണിക്കാണ് കൊട്ടാരം വീട്ടിലെ ഇപ്പോൾ നമ്മളുള്ള സിത്താര എന്ന വീട്ടിൽ എത്തുക എന്ന് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി അല്പസമയം മുമ്പാണ് അദ്ദേഹം PWD റെസ്റ്റ് ഹൗസിൽ എത്തിയിട്ടുള്ളത്. ഇന്ന് അവിടെ വിശ്രമിച്ച ശേഷം നാളെ രാവിലെ 7 മണിയോടെ ഈ പൊതുദർശന ചടങ്ങുകൾ പുരോഗമിക്കുന്ന കൊട്ടാരം റോഡിലുള്ള സിത്താര എന്ന വീട്ടിലെത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതനുസരിച്ചുള്ള നടപടിക്രമങ്ങളെല്ലാം പോലീസിന്റെ ഭാഗത്തുനിന്നും പുരോഗമിക്കുന്നുണ്ട്. ഈ വീട്ടിലായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ എത്തുകയാണെങ്കിൽ ഒരു സ്ഥല പരിമിതിയുണ്ട്. അതുകൊണ്ട് പോലീസിന്റെ അതുമായി ബന്ധപ്പെട്ട ഈ ആളുകൾ കൂടുതൽ എത്തുകയാണെങ്കിൽ എങ്ങനെ ക്രമീകരിക്കണം എന്നത് സംബന്ധിച്ച ഒരു യോഗം അല്പസമയത്തിനുള്ളിൽ ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം നാളത്തെ പൊതുദർശന ചടങ്ങുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരം ഔദ്യോഗികമായി തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭ്യമാകും എന്നും നമ്മളെ അറിയിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും 11:45 ഇവിടെ ഭൗതികദേഹം എത്തിച്ചത്. ഇപ്പോൾ പൊതുദർശന ചടങ്ങുകൾ ഈ വീട്ടിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വാർത്തയറിഞ്ഞ് വിവിധ കോണുകളിൽ നിന്നും മന്ത്രി V. അബ്ദുറഹ്മാൻ ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട്. അതിലേക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കുമ്പിടിയിലെ തറവാടുമായും അതിനുശേഷം തിരൂർ തുഞ്ചപ്പറമ്പുമായൊക്കെ എപ്പോഴും ബന്ധപ്പെടുന്നവരാണ്. ഒരു സഹോദരനപ്പുറം ഇത്രയും സ്നേഹവും വാത്സല്യവും ഒക്കെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വസുവേട്ടൻ്റെ മരണത്തിൽ ഞങ്ങൾക്കുള്ള ഒരു ദുഃഖം എന്നുള്ളത് വലുതാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റിയതല്ല. പക്ഷേ ഇന്ന് ഒരു ആരാധകനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു 9ാം ക്ലാസ് മുതൽ തന്നെ അദ്ദേഹത്തിനെ കാണാനും സംസാരിക്കാനൊക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനപ്പുറം തുഞ്ചൻപറമ്പിൽ വന്നതിന് ശേഷം സ്ഥിരമായി ഒരു വർഷത്തിൽ ഏറ്റവും ചുരുങ്ങിയ 2-3 തവണയെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുകയും സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഗസ്റ്റ് ഹൗസുകൾ പണിയതിന് ശേഷം അവിടെ എപ്പോഴും സന്ദർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. നിരവധി കാര്യങ്ങളിൽ അദ്ദേഹം അധികം സംസാരിക്കാറില്ല, അറിയാമല്ലോ നിങ്ങൾക്കൊക്കെ. അദ്ദേഹത്തിൻ്റെ ഒരു മൗനം ഒരു ചെറിയ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും സംതൃപ്തി നൽകുന്നതായിരുന്നു. തിരൂരിനെ സംബന്ധിച്ച് തിരൂരിൻ്റെ മണ്ണിൽ അദ്ദേഹത്തിൻ്റെ ആ പേര് ഒരിക്കലും മാഞ്ഞു പോകില്ല. ലോകത്തോടൊപ്പം തന്നെ തുഞ്ചൻപറമ്പിലും അദ്ദേഹത്തിൻ്റെ ആത്മാവും എല്ലാം നിറഞ്ഞു നിൽക്കും എന്നതാണ്. തീർച്ചയായും നിലയോരത്ത് അദ്ദേഹത്തിന് ഇരിക്കാനും എഴുതാനുമുള്ള പ്രത്യേക സ്ഥലമുണ്ടായിരുന്നു മുമ്പ്. ആ പുഴയോരത്ത് ഇരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം ധാരാളം എഴുതിയിട്ടുണ്ട്, ധാരാളം കഥകൾ പറഞ്ഞിട്ടുണ്ട്. നാടകമായാലും സിനിമയായാലും പാട്ടായാലും കഥയായാലും ഒക്കെ തന്നെ ജനമനസ്സിൽ എന്നും അദ്ദേഹം ഉണ്ടാവും. അഭിലാഷ്, അതാണ് തുഞ്ചൻപറമ്പ്. ഇപ്പോൾ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ, അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ അവിടേക്ക് ആ വീട്ടിലേക്ക്
നൂറുകണക്കിന് ആളുകൾ ഈ രാത്രി വൈകിയും എത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ മരണവിവരം അറിഞ്ഞ് ആളുകൾ ആ വീട്ടിലേക്ക് എത്തുകയാണ്. അന്തിമോപചാരം അർപ്പിക്കേണ്ടവർക്ക് വീട്ടിലേക്ക് വരട്ടെ എന്നത് അദ്ദേഹത്തിൻ്റെ ഒരാഗ്രഹം കൂടിയായിരുന്നു. പൊതുദർശനം എന്നത് അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല, അത് വേണ്ട എന്ന് അദ്ദേഹം തന്നെ ബന്ധുക്കളോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് വീട്ടിലാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ സൂക്ഷിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, എല്ലാവരെയും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അവിടേക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ ഇങ്ങനെ ആളുകൾ എത്തുകയാണ്. മുഖ്യമന്ത്രിയും നേരത്തെ അനുശോചനം അറിയിച്ചിരുന്നു. അദ്ദേഹം വീട്ടിലേക്ക് എത്തും. ഒരു പക്ഷേ നാളെ ആയിരിക്കും അദ്ദേഹം എത്തുക എന്ന് തോന്നുന്നു.